ബി.ജെ.പിക്കുള്ളിലെ ഗ്രൂപ്പ് പോരും കസേര കളിയും ഒരിക്കൽ കൂടി പരസ്യമാക്കിക്കൊണ്ട് നിയമസഭാ കക്ഷി നേതാവാകാൻ മുതിർന്ന നേതാക്കൾ തമ്മിൽ നടത്തുന്ന അധികാര തർക്കവും തെരുവിലെത്തിയിരിക്കുകയാണ്. വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കണമെന്ന കോർ കമ്മിറ്റിയുടെ ഭൂരിപക്ഷ തീരുമാനത്തെയും കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപര്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന മറുനീക്കങ്ങൾ പാർട്ടിയിലെ വൻ പൊട്ടിത്തെറിയാണ് പരസ്യമാക്കുന്നത്. തന്നെ കക്ഷി നേതാവാക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 അധികാര സ്ഥാനം വരുമെന്ന വാദമുന്നയിച്ചാണ് രാജീവിന്റെ മറുനീക്കം. വി മുരളീധരനെ കക്ഷി നേതാവാക്കാനായിരുന്നു കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. ഇന്നലെ സഭയിൽ കക്ഷി നേതാവായി സംസാരിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. പാർട്ടി കോർ കമ്മിറ്റിയിൽ ദീർഘകാല കേരള രാഷ്ട്രീയ പരിചയമുള്ള വി മുരളീധരന്റെ പേരിനായിരുന്നു മുൻതൂക്കമെങ്കിലും സഭയ്ക്കുള്ളിൽ ഇന്ന് കക്ഷി നേതാവായി രാജീവ് ചന്ദ്രശേഖർ തന്നെ സംസാരിച്ചത് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഒരേപോലെ നൽകിയ പരസ്യമായ അന്ത്യശാസനമാണ്. 3 അംഗങ്ങളാണ് നിലവിൽ നിയമസഭാ പ്രതിനിധികളായി ബി.ജെ.പിക്കുള്ളത്. നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷൻ വി മുരളീധരൻ, വി ഗോപകുമാർ എന്നിവരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇതിൽ മുതിർന്ന നേതാവായ വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കണമെന്നായിരുന്നു കോർ കമ്മിറ്റിയിൽ ധാരണയായത്. കേരള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ദീർഘകാല പ്രവൃത്തി പരിചയമുള്ള വി മുരളീധരന്റെ പേരിനായിരുന്നു യോഗത്തിൽ മുൻതൂക്കം. ദേശീയ നേതൃത്വങ്ങളുടെയും താൽപര്യം മുരളീധരന് അനുകൂലമാണ്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് നിയമസഭയ്ക്കുള്ളിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്താനാണോ അതോ സ്വന്തം പാർട്ടിക്കുള്ളിലെ മൂപ്പിളമ തർക്കങ്ങൾ തീർക്കാനാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞ് സഭ സമ്മേളിച്ചിട്ടും ആര് നേതാവാകണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ബി.ജെ.പിയുടെ ഈ ആഭ്യന്തര പടലപ്പിണക്കങ്ങൾ അവരുടെ രാഷ്ട്രീയ പാപ്പരത്തെയാണ് വിരൽ ചൂണ്ടുന്നത്.